ഗോതുരുത്ത് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മധ്യസ്ഥ തിരുനാളിന് കൊടികയറി. ജനുവരി 26-ന് ആഘോഷമായ തിരുനാൾ ദിവ്യബലി, പ്രദക്ഷിണം എന്നിവയോടെ തിരുനാൾ സമാപിക്കും. ഗോതുരുത്ത് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മധ്യസ്ഥ തിരുനാളിന് കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടികയറി. ജനുവരി 22-ന് വൈകിട്ട് 5:30 നടക്കുന്ന ദിവ്യബലിക്ക് കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ വികാരി ഫാദർ ജാക്സൺ വലിയ പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. മടപ്ലാതുരുത്ത് സെന്റ് ജോർജ് ചർച്ച് വികാരി ഫാദർ ജോസ് കോട്ടപ്പുറം വചന സന്ദേശം നൽകും. 7:30 നൃത്തസന്ധ്യ നടക്കും. ജനുവരി 23-ന് വൈകിട്ട് 5:30 നടക്കുന്ന ദിവ്യബലിക്ക് കാര മൗണ്ട് കാർമൽ ചർച്ച് വികാരി ഫാദർ ജോഷി കല്ലറയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പറവൂർ ജൂബിലി ഹോം ഡയറക്ടർ ഫാദർ ജോസഫ് മാളിയേക്കൽ വചന സന്ദേശം നൽകും. ജനുവരി 24-ന് വൈകിട്ട് 5:30 നടക്കുന്ന ദിവ്യബലിക്ക് കുരുവിലശ്ശേരി നിത്യസഹായ മാതാ ചർച്ച് വികാരി ഫാദർ ആൻഡസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തൃശൂർ സെന്റ് ആന്റണീസ് ചർച്ച് വികാരി ഫാദർ ജേക്കബ് മഞ്ഞളി വചന സന്ദേശം നൽകും. 7:30 ഗാനമേള ഉണ്ടായിരിക്കും. ജനുവരി 25-ന് വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന ദിവ്യബലിക്ക് പൊയ്യ സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് വികാരി ഫാദർ ഫ്രാൻസിസ്കോ പടമാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. അരിപ്പാലം തിരുഹൃദയ ദേവാലയം വികാരി ഫാദർ ഡയസ് ആന്റണി വലിയ മരത്തിങ്കൽ വചന സന്ദേശം നൽകും. ജനുവരി 26-ന് രാവിലെ 9:30 നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് മാള പള്ളിപ്പുറം സെന്റ് ആന്റണീസ് ചർച്ച് വികാരി ഫാദർ ബിനു മാത്യു മുക്കത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. അയ്യമ്പള്ളി കാർമൽ ആശ്രമം സുപ്പീരിയർ ഫാദർ ജോസഫ് സെൽട്ടൻ വചന സന്ദേശം നൽകും. തുടർന്ന് പ്രദക്ഷിണം നടക്കും. വൈകിട്ട് 3:30 കൂട്ടുകാട് ലിറ്റിൽ ഫ്ലവർ ചർച്ച് വികാരി ഫാദർ പോൾ കുര്യാപ്പള്ളി ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ വചന സന്ദേശം നൽകും. ഞങ്ങളുടെ സൃഷ്ടാവും നിയന്താവുമായ ദൈവമേ, അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാകയെ തനിഞ്ഞ് ആശീർവദിക്കണമേ. ഈ പതാക ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ആചരിക്കുന്ന നാൾ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് കാരണമാകട്ടെ. പുണ്യചരിതമായ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് മാതൃക നൽകിയ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം ഞങ്ങൾക്ക് ഇന്നും അനുഭവപ്പെടേണ്ടതാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഏറ്റുകൊള്ളണമേ.